ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. കമ്പനി ആപ്പുകൾ ഉണ്ടാവും, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ആപ്പുകളൊന്നും നമുക്ക് എല്ലാ സമയത്തും ആവശ്യമില്ല. എങ്കിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് നെറ്റ് ഓഫ് ആക്കി വെക്കാൻ സാധിക്കും. കാരണം അത് നെറ്റ് വർക്ക് ചെയ്തതോടുകൂടി നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഇന്റർനെറ്റ് വളരെ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പുകൾ മാത്രം നമുക്ക് നെറ്റ് ഓൺ ആക്കുകയും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നെറ്റ് ഓഫ് ആക്കാൻ സാധിക്കും. ആവശ്യമുള്ള സമയത്ത് അത് ഓൺ ആക്കിയിട്ട് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ റിവ്യൂ ആണ് പങ്കുവെക്കുന്നത്. ഇതിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, കമന്റ് ബോക്സിൽ വെക്കാം അതിന്റെ ലിങ്ക്. എന്തായാലും അടിപൊളി ഒരു ആപ്പാണ്. കാരണം നമുക്കൊക്കെ പല സമയങ്ങളിലും നമ്മുടെ നെറ്റ് വളരെ പെട്ടെന്ന് തീർന്നു പോകാനുള്ള മെയിൻ കാരണം നമ്മുടെ മൊബൈൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാത്തതും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ആപ്പുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ വാട്സപ്പ്, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓഫാക്കി വെക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിക്കുമ്പോൾ കൂട്ടുകാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ലെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് പെർമിഷൻ നിങ്ങളുടെ അലോ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ പെർമിഷൻ്റെ മേലെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഇതിൽ കാണിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങളൊന്ന് ആക്സസ് പെർമിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബോക്സ് ആയിരിക്കും, റൗണ്ട് ബോക്സ്. അതിന് മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന ബട്ടൺ ആ കൗണ്ട് ഡൗൺ കഴിഞ്ഞതിന് ശേഷം അതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. വീണ്ടും ബാക്ക് അടിക്കുക. ഇനി രണ്ടാമത്തെ പെർമിഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതുപോലെ അലോ വരും. ആ അലോ കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പരസ്യം ഓപ്പൺ ആയി വരും. ആ പരസ്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. അത് കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടനവധി ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതിൻ്റെ വൈഫൈയുടെ ചിഹ്നവും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയുടെ ചിഹ്നവും കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളത് ഡിസേബിൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. അവർക്ക് കൊടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഈ കാണുന്ന വൈഫൈയുടെ ചിഹ്നമാണ്, വൈഫൈയാണ് ഉപയോഗിക്കുന്നത്, വൈഫൈയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ടേൺ ഓൺ കൊടുക്കുക. അതുപോലെ ഓക്കെ ബട്ടൺ ചോദിക്കുക, അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വീണ്ടും ഓക്കെ ചോദിക്കുക, അവിടെ ഓക്കെ കൊടുക്കുക. ഈ ചെറിയൊരു ബോക്സിൽ ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പെർമിഷനും കൂടി ഉണ്ടാവും. ആ പെർമിഷനും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടാണെങ്കിൽ നെറ്റ് നമ്മൾ ആ ആപ്പിൻ്റെ പേര് കാണിക്കും. ജസ്റ്റ് രണ്ടാമത്തെ ഭാഗത്തല്ല, ഫസ്റ്റത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോറി, ഞാൻ ഫസ്റ്റത്തെ മേലല്ല ക്ലിക്ക് ചെയ്തത്, രണ്ടാമത്തെ ഭാഗത്താണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ബാക്ക് അടിക്കണം. ബാക്ക് അടിച്ച ശേഷം നിങ്ങൾ ആ ഫസ്റ്റിലെ ഭാഗത്ത് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോപ്പ് മെസ്സേജ് വരും. പോപ്പ് മെസ്സേജും പരസ്യം വരും. പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യുക. വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്നും കൂടി നമുക്ക് ആ ആവശ്യപ്പെട്ട ആപ്പ്, അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യാൻ പോയത് യൂട്യൂബ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഈ ഒരു സെറ്റിങ്സ് ഒരു പ്രാവശ്യം ചെയ്താൽ കേട്ടോ. ഇനി നമുക്ക് വാട്സപ്പ്, നമുക്ക് കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ നെറ്റ് മാത്രം ഓഫ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഏതൊക്കെയാണോ വേണ്ടത് അതിനൊക്കെ നെറ്റ് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് വിച്ഛേദിക്കുക. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് യൂട്യൂബും വാട്സപ്പും ആണ് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് നെറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ആവില്ല. ഇതുപോലെ ഇങ്ങനെ നിൽക്കും, കറങ്ങി തിരിഞ്ഞ് ഇതുപോലെ നിൽക്കും, ഓപ്പൺ ആവില്ല. പക്ഷേ എനിക്ക് മുകളിൽ വൈഫൈ ഉണ്ട്, മൊബൈൽ ഡാറ്റ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അത് ബ്ലോക്ക് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാം. നമ്മൾ റസാഖ് ഭായ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സുഹൃത്തിന് നമ്മൾ അഡ്മിൻ ജാബിർ ഭായ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ മെസ്സേജ് പോകുന്നില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് മെസ്സേജ് അയക്കാണ്ടോ. നമുക്ക് ആ ഒരു മെസ്സേജ് സെൻഡ് ആകുന്നില്ല. കാരണം വാട്സപ്പിൻ്റെ ഇത് നമ്മൾ ബ്ലോക്കാക്കി വെച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ബ്ലോക്കാക്കി വെക്കണം. ബ്ലോക്കാക്കി വെച്ചിട്ടില്ല എങ്കിൽ അവർ പഠിക്കുന്ന സമയത്ത് മൊബൈലിലേക്ക് നോക്കാതെ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ നോക്കി മൊബൈലിലുള്ള ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതൊന്ന് ഡിസേബിൾ ഉള്ളത് എനേബിൾ ആക്കി കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.